അതിനെക്കുറിച്ച് ചെറിയ കാര്യങ്ങൾ പറയണല്ലോ. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയണ്ടേ, പറയാതിരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ വീഡിയോയിൽ പറയണ വെച്ചാൽ നിങ്ങളെ സ്ഥലം നിങ്ങൾ വാങ്ങിയെന്ന് പറഞ്ഞിട്ട് ആ സ്ഥലം എന്തിനാ വിൽക്കണത്? നിങ്ങൾ നൊണയല്ല പറഞ്ഞു, സ്ഥലം വാങ്ങി നൊണയല്ല പറഞ്ഞത്. നിങ്ങൾ ഒരിക്കൽ സ്ഥലം കാണിച്ചിട്ട് മേടിച്ചു എന്ന് പറഞ്ഞു, ഇപ്പൊ അത് അച്ഛൻ വിൽക്കാട്ടിക്കാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ മേടിച്ചിട്ടില്ല, നൊണയല്ല പറഞ്ഞു എന്നൊക്കെയാണ് അവ ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. അതാരാ തൊപ്പിട്ട സാധനമാണോ? ഏതോ സാധനം എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അല്ല, ഞാനും ഇപ്പൊ ഇങ്ങനെ കുറച്ച് പരിപാടി ലാപ്പിൽ ചെയ്തോണ്ടിരിക്കുമ്പോഴായിരുന്നു നമ്മുടെ ഇഷ്യൂസ്. കാരണം ഞങ്ങള് ഇതിപ്പോ കഴിഞ്ഞിട്ട് ഒന്നിനും ഇല്ലാതെ വെറുതെ മാറി നടക്കണം. ഞങ്ങള് മണ്ടക്കിടക്ക് ഇട്ട് ഞങ്ങളിപ്പോ ഒന്നിനും ഇതിൽ ഇടപെടാനോ കാര്യത്തിന് ഞങ്ങൾ ഇത് ഒന്നിനും ഉണ്ടായിട്ടില്ല. പക്ഷെ കഴിഞ്ഞ കാര്യങ്ങളും കഴിഞ്ഞതിനെ കുറിച്ചുള്ള ഇതും വിവരണങ്ങളൊക്കെ ഇപ്പൊ എടുത്തോണ്ടിരിക്കണത്. ഏതൊരു വീഡിയോ വന്നാലും ഫസ്റ്റ് കാണാൻ ചേച്ചി ഒളിച്ച് ഓടി പോയത്. ചേച്ചിനെ വിട്ടേക്ക്, ചേച്ചിയുടെ വഴിയായി ചേച്ചിയുടെ ചെയ്തായി പോകണു. അല്ല, ചെയ്ത കാര്യം പിന്നെ നിങ്ങളെ കണ്ടന്റ് പോ. അപ്പൊ ഇപ്പൊ പണ്ടത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ട് വരണത് ഓരോരുത്തര്. അപ്പൊ അങ്ങനെ ചെയ്യണവർക്കൊന്നും ഒരു വിഷയല്ലേ, എങ്ങനെ അത് വഴി വന്നോ കാര്യങ്ങളും ആവട്ടെ വെച്ചിരിക്കട്ടെ. അപ്പൊ അതാണ് സംഭവം, അതാണ് നമ്മുടെ ഇപ്പത്തെ ടോപ്പിക്ക്. നമ്മള് വാങ്ങിച്ച സ്ഥലമാണ് ഇപ്പൊ വിൽക്കാൻ ഇട്ട് കൊടുക്കണേന്നും പറഞ്ഞിട്ടാണ് ഇപ്പൊ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് നമ്മുടെ ഭാഗം പറയണല്ലോ. ഞാൻ കാണിച്ചു തരട്ടെ, ബാക്ക് ക്യാമറ ഓൺ ആക്കട്ടെ. പൊന്നോ, അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങൾ? നല്ല വെയിലാണ്. അതാണ് നമ്മളെ വീട്. ഇതാണ് വീട് കേട്ടാ, ഇതാണ് വീട്. ഇത് വഴി ഇങ്ങനെ വെക്കാം. അതായത് ഈ ഷീറ്റ് ഇട്ട് ഇതാണ് നമ്മൾ വാങ്ങിച്ചു എന്ന് പറയുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഉപ്പും മുളകും ലേറ്റ് എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറച്ച് നേരത്തെയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അച്ഛനും അമ്മയും പ്രതികരണമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ മൂത്ത മോള് പൊന്നു വന്നിട്ടുണ്ട്. അപ്പോൾ പൊന്നു പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതാണ് കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ അതിൽ ഒളിച്ചോടി കാര്യം പൊന്നു പറയുന്നുണ്ട്. ഒളിച്ചോടി പോയ കാര്യം നിങ്ങൾ തന്നെയാണ് വന്ന് യൂട്യൂബിലും കാര്യങ്ങളും അതിലെല്ലാം വന്ന് പറഞ്ഞതും നിങ്ങൾ തന്നെയാണ് പബ്ലിക് ആക്കിയത്. അപ്പോൾ അതുകൊണ്ട് പ്രതികരിക്കുന്നവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. പോയത് എന്തായാലും ആൾക്കാർ വിളിച്ച് പറയുക തന്നെ ചെയ്യും. നമ്മൾ ആരും ഇപ്പോൾ ഒന്നാമത്തത് പൊന്നു എന്ന് പറയുന്ന ആൾ കുറച്ച് സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഇതിൽ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്ത് തന്നെയാണെങ്കിലും അത് ആളുകൾ അറിയും, അവരത് പ്രതികരിക്കുക തന്നെ ചെയ്യും. പൊളിച്ചോടി പോകുന്നത് വലിയൊരു ഇതല്ല. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ പോകുക, അതൊക്കെ ഒരു വ്യക്തി സ്വാതന്ത്ര്യമാണ്. അപ്പോൾ അതൊന്നും നമുക്ക് ചോദ്യം ചെയ്യാനുള്ളതൊന്നും റൈറ്റ്സ് ഒന്നും നമുക്കില്ല. എങ്കിലും അത് പോയതും എല്ലാം നിങ്ങൾ വിളിച്ച് പറഞ്ഞ സ്ഥിതിക്ക് അത് ആളുകൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ അവർ സ്ഥലത്തിൻ്റെ കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. സ്ഥലം പൊന്നു വാങ്ങിച്ച സ്ഥലമാണ് വിറ്റത്, വിൽക്കാൻ കാണിച്ചത്, അല്ലാതെ ഇവരുടെ അച്ഛനും അമ്മയുടെയും സ്ഥലം അല്ലാന്നൊക്കെ അതിൽ കുറേ പേര് വീഡിയോസ് ചെയ്തതായി കണ്ടു. അപ്പോൾ അതിനുള്ളൊരു ക്ലാരിഫൈ ആയിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ സ്ഥലം ഇപ്പുറത്തെ സൈഡും അച്ഛൻ്റെ സ്ഥലം അപ്പുറത്തെ സൈഡും എന്നാണ് പറയുന്നത്. അതിലുള്ള കാര്യങ്ങളും ഒക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം, ഒന്ന് കണ്ടു നോക്കൂ. വിറ്റത്. അപ്പൊ ഇനിയെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾ സ്ഥലം വിൽക്കണം അറിഞ്ഞിട്ട് സംസാരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ചേച്ചി ഏതൊരു വീഡിയോയില് ഒരുത്തിയോ പറഞ്ഞൊരു വാക്ക്, അതും കൂടി അമ്മയാണ് ഈ വിഷമം കൊണ്ട് അമ്മേനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ഒരു വിഷമം കൊണ്ട് അമ്മയാണ് ഈ വീഡിയോ കാണുന്നത്. ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് കേട്ടൊരു വാക്കാണ്, ചേച്ചി എന്താ വൃത്തിയാട്ടോളാം അങ്ങനെ എന്തൊരു വേർഡ് ഉപയോഗിച്ചിട്ടുണ്ടായത്. അതേപോലെ അല്ല ഇപ്പം ഉണ്ടായതെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി ആരോരുത്തൻ്റെ അവിടെ തന്നെ പോയതെന്നൊക്കെ. ചേച്ചി പോയിട്ടുണ്ടെങ്കിൽ ചേച്ചി അവൻ്റെ കൂടെ ജീവിക്കുന്നുണ്ട്. പിന്നെ ചേച്ചിനെ വിടും. നിങ്ങൾക്ക് ഇപ്പോഴുള്ള ടോപ്പിക് കൂടി എന്തിനാണ് വീണ്ടും നിങ്ങൾക്കൊരു കണ്ടന്റിന് വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോൾ മറ്റുള്ള ന്യൂസ് ഒന്നും പറയാൻ നിങ്ങൾക്ക് ഇപ്പം എങ്ങനെയും ഓരോ യൂട്യൂബ് ചാനൽ തന്നെ 100 വീഡിയോ ഇടുന്നുണ്ട്. അപ്പം അവർക്ക് ഓരോ കണ്ടന്റിന് വേണ്ടിയിട്ടാണ് ഈ കിടന്ന് ചേച്ചീനെ അപ്പുറത്തെ വീട്ടിൽ താളിനൊക്കെ പിടിച്ചിട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവം സഹായിച്ച് ചേച്ചിയുടെ ജീവിതമായിട്ട് പോകുന്നുണ്ട്. ചേച്ചി ഒന്നിലേക്കും വരുന്നില്ല. അപ്പൊ ഈ ചേച്ചീനെ വെറുതെ പിടിക്കുന്നത്, ചേച്ചിയുടെ സ്ഥലം, ചേച്ചിയുടെ വീട്, ചേച്ചിയുടെ ഭർത്താവ്, ചേച്ചിയുടെ തന്നെ എന്തിനാണ് പിടിച്ചിട്ടോണ്ടിരിക്കുന്നത്? ഞങ്ങൾ സ്ഥലം വാങ്ങി. അതാണ് ഒളിച്ചോടി പോകുന്ന ആ ഒരു സമയത്ത് ആരും ഒന്നും അറിയുന്നില്ല. അമ്മമാർ പറയുന്നത് അച്ഛന്മാർ പറയുന്നതൊന്നും അത്രമാത്രം അവർ ഇതിലെടുക്കുന്നില്ല. അപ്പം പിന്നെ കല്യാണം കഴിഞ്ഞ് അതിന് ശേഷം ഒരു അമ്മയാകുന്ന സമയത്താണ് അമ്മമാരുടെ വിലയും ഇതൊക്കെ മനസ്സിലാവുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ പൊന്നൂന് ഇപ്പോഴാണ് ഇതിൻ്റെ കാര്യത്തിൻ്റെ ഗൗരവങ്ങളൊക്കെ മനസ്സിലാവുന്നത്. ഇനി നമ്മുടെ മക്കൾ പോകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു വേദനയും കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്നും ഇവരുടെ അച്ഛൻ്റെ അമ്മേൻ്റെ ഭാഗത്തുനിന്നും ഒരുപാട് മിസ്റ്റേക്കുകൾ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്.
സംഭവിച്ചിട്ടുണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് കുറേയൊക്കെ സത്യമായിരിക്കും, അതിൽ കുറേയൊക്കെ നുണകളും ഉണ്ട്. അങ്ങനെ സംഭവിച്ച കാര്യങ്ങളാണ്. നമ്മളെല്ലാം വന്നിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞ് കുറേ ഇതാകുന്ന സമയത്ത് അതാരാണെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടില്ല. അവർ പലതും പ്രതികരിക്കും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും. പിന്നെ ഇവർ പറയുന്നത് പോലെ തന്നെ വഴക്കില്ലാത്ത അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാത്ത ഒരു കുടുംബവും ഇല്ല, ഒരു ഫാമിലി ഒന്നുമില്ല. എവിടെയാണെങ്കിലും വഴക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. പിന്നെ അത് നമ്മൾ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുവരേണ്ട ബാധ്യത നമുക്കാണ്. അപ്പോൾ ഇവർ പറയുന്നത് എനിക്ക് അമ്മയായതിനു ശേഷമാണ് എനിക്ക് അമ്മൻ്റെ ഇത് മനസ്സിലായത് എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ എന്തായാലും അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരുന്നു, കണ്ടു നോക്കൂ. പറയുന്നുണ്ടാവുക എന്തായാലും ഒരു അച്ഛനമ്മ മനസ്സിലാക്കുക. ഞാനൊരു അമ്മയായപ്പോഴാണ് ഒരു അമ്മയുടെ വിഷമം എന്താന്ന് ഞാൻ മനസ്സിലാക്കിയത്. എനിക്കാനും അതിന് മുന്നേ നമ്മളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഞാനും എന്നോട് അമ്മ കരയാറുണ്ട്, തല്ലാക്കും പോലും പറയാറുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലാവില്ല, നമുക്ക് അതിൻ്റെ ചൂടോ കാര്യമൊന്നും നമുക്കറിയില്ല. കാരണം നമ്മൾ അമ്മയായിട്ടില്ലല്ലോ. എനിക്കൊരു അമ്മയായി, എനിക്കൊരു മോള് വന്നപ്പോഴാണ് അവൾ എന്തെങ്കിലും ചെറിയൊരു കാര്യം പറയും, അവളൊന്നും പറയാറായിട്ടില്ല. വരുമ്പോഴുള്ള സിറ്റുവേഷൻ നമ്മൾ ആലോചിക്കുന്നത് നമുക്കൊരു വേദന മനസ്സിലാവും. അവർക്കൊന്ന് വയ്യാതെ ആകുമ്പോൾ വിഷമാണെങ്കിലും അല്ല നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളൊരു അമ്മയാകുമ്പോഴാണ്. അതിപ്പോൾ കുറേ പേര് പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇരുന്ന് പറയണ 10-22 വയസ്സുള്ള പെൺകുട്ടികളും കല്യാണം കഴിയാത്ത പെൺകുട്ടികളൊക്കെ മാസ്ക് ഇട്ടിട്ട്, ഞാൻ ഇന്ന് വീഡിയോ ഇന്നലെ മുതൽ ഞാൻ തുടങ്ങിയല്ലോ, അപ്പൊ മാസ്ക് ഇട്ടിട്ട് മുഖം കാണിക്കാതെ വന്നിരുന്നിട്ട് വീഡിയോ പറയണവരൊക്കെ കൂടുതലും. നിങ്ങളൊരു അമ്മയായിട്ടാണ്, ഒരു അമ്മയാകുമ്പോഴല്ലേ ഒരു അമ്മയുടെ വിഷമം. പിന്നെ ഈ ഒരു കേസില് നമ്മൾ എക്സ്പ്ലനേഷൻ ചെയ്യാത്ത എന്ത് എക്സ്പ്ലനേഷൻ നമ്മൾ ലീഗലി പറഞ്ഞിട്ട് നമ്മൾ ചെയ്യണില്ല. അത് താല്പര്യമില്ല നമ്മൾ പറഞ്ഞു. പക്ഷെ അത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് കുറേ, ഇതായത് ഈ ഇതെന്താ പറയാ, കഴുകന്മാര് ചുറ്റിട്ട് പറക്കില്ല, അതേപോലെ കൊറേ പേര് വിളിക്കുന്നുണ്ട്, ഇന്റർവ്യൂ തരുമോ, അച്ഛനമ്മനെ മാനസികമായിട്ടിട്ട് തളർത്തുന്നു. അവർക്ക് ഇനിയും 2 ചെറിയ മക്കളുണ്ട്, അവർക്ക് അവരെ നോക്കണം, അമ്മയ്ക്ക് വയ്യാത്തതാണ്, അപ്പം അമ്മ ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്. പ്ലീസ്, എന്തിനാണ് അറിയാത്ത കേസിന് അല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യണമെങ്കിൽ ഒരു കാര്യം ചെയ്യും, ആദ്യം അമ്മയുടെ നമ്പർ എല്ലാം അമ്മേനെ വിളിച്ച് സംസാരിക്കുക, എന്താ കാര്യം എന്നറിയാം. അല്ലാതെ അവരങ്ങനെ ചെയ്ത് അവർ സ്ഥലം വെച്ച് അവർ ഇങ്ങനെ ചെയ്ത് എന്തിനാ വെറുതെ വന്ന് കുറ്റപ്പെടുത്തുന്നത്, എന്താ കാര്യം എന്ന് ആദ്യം നിങ്ങൾ അറിയാം. അല്ലെങ്കിൽ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യുക, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് പുറത്ത് വരുമ്പോൾ ചെയ്യുക. അല്ല ഒരു കാര്യം അറിയാതെ നമ്മുടെ നാട്ടിൽ പോലും അല്ല എന്തെങ്കിലും സൂചന അറിയാം. ഏതൊരു ബന്ധു മെസ്സേജ് ഏതാ ബന്ധു വെച്ചാൽ അവരെ നമ്പറും അവരുടെ ഡീറ്റെയിലും കൂടി കൊടുത്തിട്ട് ചെയ്യും. എന്നാലല്ല നമ്മളെ ബന്ധു ഒന്നും അറിയുള്ളൂ. അല്ല വെറുതെ ഇപ്പോൾ ഒരാൾ ഞാൻ അവരെ ബന്ധു ആട്ടോ അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് അയച്ചുകൊണ്ട് അത് ശരിയാവണമെന്നുണ്ടോ? പൊന്നു പറഞ്ഞ പോലെ തന്നെ ആ സമയത്ത് പോകുമ്പോൾ പൊന്നു ചിന്തിച്ചില്ല. അപ്പോൾ പൊന്നുവിനും ഇപ്പോൾ എന്താണ് കുഞ്ഞൻ പോയതിനോട് ഒന്നും പറയാൻ വാക്കുകളില്ല, ഒന്നും പറയാൻ പുള്ളിക്കാരി അർഹയല്ല. എന്താ വെച്ചാൽ അവളും ആ ഒരു തെറ്റ് ചെയ്തത് കൊണ്ട് തന്നെ പുള്ളിക്കാരിക്കും അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് എനിക്ക് പറയാൻ താല്പര്യമില്ല. അതെന്താ വെച്ചാൽ നമ്മൾ ആ ഒരു തെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ അനിയത്തിയോ അല്ലെങ്കിൽ നമ്മുടെ അനിയനോ ആ ഒരു തെറ്റ് ആവർത്തിക്കുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനൊന്നും ഉണ്ടായില്ല. അതാണ് ഇപ്പോൾ ഇവർ ഇവിടെ പറഞ്ഞ് നിർത്തുന്നത്. എന്ത് തന്നെയാണെങ്കിലും കുഞ്ഞൻ പോയത് ഏറ്റവും ഒരു തന്നെയാണ്. അപ്പോൾ അമ്മയും അച്ഛനൊക്കെ ഭയങ്കര ഇതാണ്. അവർ കല്യാണം നടത്തി കൊടുക്കാൻ അവർ തയ്യാറായിരുന്നല്ലോ, മണ്ഡപം വരെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇത്. ഇവർ എന്താണ് ഇഷ്യൂ, എന്താണ് കാര്യം എന്ന് ഇതുവരെയും ഇവർ ആരും വിട്ടു പറയുന്നില്ല. എന്താണ് ഇതിൽ യഥാർത്ഥ കാരണം, എന്താണ് ഏതാണെന്നൊന്നും പറയുന്നില്ല. അതൊക്കെ ഇവർ പറഞ്ഞാലല്ലേ നമുക്ക് എന്താ കാര്യം എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഇവരാരും ഇപ്പോൾ അച്ഛനും അമ്മയാണെങ്കിലും ഇപ്പോൾ പൊന്നും ഷെബിയാണെങ്കിലും ആരും ഇതിനെക്കുറിച്ചൊരു വ്യക്തത തരുന്നില്ല. വ്യക്തത തന്നാൽ മാത്രമേ നമുക്കിതിൽ എന്താണ് സംഭവിച്ചതിൽ എന്താണ് കാരണം, ഇവർ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എന്താണ് കാരണം എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് മനസ്സിലാകാത്തത്രത്തോളം കാലം നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അവർ ഇതിലൊരു വ്യക്തത തന്നാലേ, നിങ്ങളിപ്പോൾ ഒരു വ്യക്തത തരാത്തത്രത്തോളം കാലം ആളുകൾ റിയാക്ട് ചെയ്യുന്നവർ അത് ഊഹിച്ച് പല രീതിയിലും പല വീഡിയോസുകളും ചെയ്യും. പ്രത്യേകിച്ച് വ്ളോഗ് ചെയ്യുന്നവരുടെ വീഡിയോ ഈ പറഞ്ഞ ഞാൻ ഉൾപ്പെടെ റിയാക്ട് ചെയ്യുന്നവർ അതെടുത്ത് പ്രതികരിക്കുക തന്നെ ചെയ്യും. അതിലൊരു ഇത് കണ്ടു കഴിഞ്ഞാൽ ആരാണെങ്കിലും പ്രതികരിക്കും. എല്ലാവരും ഇതിനാണല്ലോ ഇതായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ആരാണെങ്കിലും അതിലെന്താണ് ഇതെന്നുള്ളത് ആളുകൾ എടുത്ത് പ്രതികരിക്കും. അതിന് പ്രതികരിക്കുന്നവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ എന്താ നിങ്ങൾ യഥാർത്ഥ കാര്യം സംഭവിച്ചത് എന്നുള്ളത് നിങ്ങൾ യഥാർത്ഥത്തിൽ പറയുക. അതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നിങ്ങൾക്കത് മൂടിവെക്കേണ്ട കാര്യമില്ല. എന്താണ് സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറയാലോ. എന്താണ് കാരണം ഏതാണെന്നുള്ളത് നിങ്ങൾക്കത് വ്യക്തമായിട്ട് പറയാലോ. അപ്പോൾ ഇതാണ് പൊന്നുവിൻ്റെയും ഷെബിൻ്റെയും നിലപാട്. അപ്പോൾ ഇവരുടെ ഇത് കണ്ടപ്പോൾ ഞാൻ ഇവരുടെ കാര്യങ്ങളും കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തിടാമെന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ 2-3 ഞാൻ 2 വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ പ്രതികരണം കൂടെ കണ്ടപ്പോൾ അതും എടുത്ത് പ്രതികരിച്ചതാണ്. അപ്പോൾ എത്ര ഉള്ളൊരു ടോപ്പിക്, പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.